തൊടുന്നതെല്ലാം മുഖ്യമന്ത്രിക്ക് ഇപ്പോ 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുകയാണ്. ആദ്യം അഭിമുഖം കൊടുക്കുന്നു, അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വിവാദാവുന്നു, അതിൽ വിശദീകരണം വരുന്നു, ആ വിശദീകരണവും വിവാദാവുന്നു. ഓ നോ, തീരുമ്പോ പണി തരാം. ഞങ്ങളുടെ CM എന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ? മലപ്പുറത്ത് ഹവാല പണമിടപാടും സ്വർണ്ണക്കടത്തും കൂടുതലാണെന്നും ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ദ ഹിന്ദു പത്രത്തിൽ കൊടുത്ത ലേഖനാണ് പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. മുഖ്യമന്ത്രി മലപ്പുറത്തിന് അപമാനിച്ചു, മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം പുതിയ ആയുധം കിട്ടിയ സന്തോഷത്തിൽ ആറാടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പല പ്രസ്താവനകളും ഏതാണ്ട് ഒരു RSS ശൈലിയുള്ള പ്രസ്താവനകളാണ്. ഈ അൻവർ പോയതിന് ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്തിനാണ് മലപ്പുറം ജില്ല എന്ന് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്താ? അത് RSSനെ സന്തോഷിപ്പിക്കാനല്ലേ? അല്ലെങ്കിലോ വിവാദങ്ങൾ കൊണ്ട് തലവേദന പിടിച്ചിരിക്കുകയാണ്. ഇനി ഇതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി. വെറുതെ അടുത്ത വള്ളിക്കെട്ട് പിടിക്കണ്ടെന്ന് കരുതി വൈകിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പത്രത്തിനൊരു കത്ത് കൊടുത്തു. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അത് പത്രത്തിന് പറ്റിയ തെറ്റാണെന്നാണ് കത്തിൽ പറയുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. പത്രത്തിന് കത്ത് കൊടുത്തും ഇങ്ങനെ 2 ഡയലോഗ് അടിച്ചപ്പോഴും സേഫായി എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അത് അടുത്ത വിവാദങ്ങൾക്കുള്ള തിരുവോളത്തിലായിരുന്നു എന്ന് പാവങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതായത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്ത് കിട്ടിയപാടെ പത്രം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി സമീപിച്ചു എന്നും അവർ കൊടുത്ത തെറ്റായ വിവരണങ്ങളാണ് പത്രം കൊടുത്തതെന്നുമാണ് അവരുടെ വിശദീകരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടോ അദ്ദേഹം വ്യക്തമാക്കണം. PR ഏജൻസിയെ ആര് നിയോഗിക്കുന്നു? ആരാണ് നിയോഗിച്ചിട്ടുള്ളത്? മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അവരാരും സ്വർണ്ണക്കള്ളക്കടത്തുകാരല്ല, അവരാരും സ്വർണം പൊട്ടിക്കുന്നവരല്ല. സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണ്ണ പൊട്ടിക്കലും നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായത്തോടെയാണ്. അത് ശരി, മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഈ PR ഏജൻസികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള കോടികളുടെ ആ കണക്ക് മുഖ്യമന്ത്രി പുറത്തുവിടണം. സർക്കാരിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് PRD ഉണ്ടാക്കിയിരിക്കുന്നത്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയൊരു PR ഏജൻസിയെ കോടികൾ വെച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ PRDയുടെ ആവശ്യമില്ല, PRD പിരിച്ചുവിടണം. മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി പ്രവർത്തിക്കേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കോടികൾ ചെലവഴിച്ചുള്ള PR ഏജൻസിയുടെ കാര്യത്തിനൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രി എതിരാണ് മിച്ചർ. അതൊക്കെ ബൂർഷ്വ ജനവിഭാഗത്തിന്റെ കാര്യങ്ങളല്ലേ. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും മുഖ്യമന്ത്രിയുടെ ഉപദേശവും ചിരിയും ഒക്കെ PR ഏജൻസി പറഞ്ഞു കൊടുത്തത് ആയിരുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ അന്ന് നമ്മുടെ CM മാസ് ഡയലോഗ് അടിച്ചത് എല്ലാവർക്കും ഓർമ്മയില്ലേ? നിങ്ങൾ കുറച്ചു കാലമായല്ലോ ഇത് ഈ കയ്യിലും കുത്തി നടക്കുന്നു. ഇപ്പം പുതുതായിട്ട് വന്നതല്ലോ, ഞാനും കുറച്ചു കാലമായി കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഇപ്പം ആദ്യമായിട്ട് കാണുകയല്ല, കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയാന്നുള്ള ശീലമാണ് എനിക്കുള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? എന്നാൽ ഞാൻ ആ PR ഏജൻസിനെ ബന്ധപ്പെട്ട് എൻ്റെ ചെവിടിൽ നിങ്ങളെ ചെവിട്ടിൽ ചിലപ്പോൾ വെക്കാറുണ്ട് സാധനങ്ങൾ. അങ്ങനെയൊന്നും എൻ്റെ ചെവിട്ടിൽ ഇപ്പോൾ ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ വരാറുണ്ടാവുമല്ലോ. അങ്ങനെ നിർദ്ദേശം വരാനുള്ള ഒരു സാധനം എൻ്റെ കയ്യിലില്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിക്കുകയല്ലേ. PR ഏജൻസിയെ കോമ്രേഡ്സ് തറവാടിന്റെ പടി കയറ്റൂല എന്ന് ഡയലോഗ് അടിച്ചതായിരുന്നു. ഇപ്പൊ മലപ്പുറം പരാമർശത്തിൽ പണി കിട്ടിയപ്പോൾ അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രം നൽകിയ വിശദീകരണത്തിൽ പറയാണ് അത് PR ഏജൻസി പറ്റിച്ച പണിയാണ്. അതെന്താ പറ്റിയേ? PR ഏജൻസിനെ പറ്റിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ആ വീക്ഷണ കോണുകൾക്കൊക്കെ മാറ്റം വന്നോ? ആ കാര്യത്തിൽ നിലപാടൊക്കെ മാറിയാവോ? മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ PR ഏജൻസികളെ നിശ്ചയിച്ചാൽ അതിന് ആരാണ് പണം കൊടുക്കുന്നത്? ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. PR വിജയനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ PR ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വിശ്വസിക്കില്ല. കാരണം ഇതുപോലെ കാപട്യക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. തികഞ്ഞ ഹിപ്പോക്രറ്റാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസ്യത കേരളത്തിൽ വട്ടപൂജ്യമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം BJP ശക്തിപ്പെടുത്തുകയാണ്. 4-ാം തീയതി എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും
സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ബഹുജന മാർച്ച് നടത്താൻ BJP തീരുമാനിച്ചു. നിങ്ങൾ മാർച്ചോ പ്രക്ഷോഭമോ പ്രതിഷേധമോ എന്താച്ചാ നടത്തിക്കോ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ആ സൂര്യ തേജസ്സൊക്കെ ഇപ്പൊ കെട്ടുപോയിരിക്കുകയാണെന്ന് അറിഞ്ഞൂടെ. എങ്ങനെയെങ്കിലും ആ ശോഭം കെട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഏത് PR ഏജൻസി വന്നാലും കുഴപ്പമില്ല, അത്ര തന്നെ. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CMന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CMനോട് വെറുപ്പാണ്. കെട്ടുപോയ സൂര്യനെ വീണ്ടും ജ്വലിപ്പിക്കാനും 0-ലെത്തിയ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരാനും സമീപിക്കുക CM സ്പെഷ്യൽ PR ഏജൻസി. അപ്പോൾ ആ രീതിയിൽ പറയുകയും ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ മടിയുള്ള കാര്യം PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്രക്കാരോട് പറഞ്ഞു. അതാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. ആ അനുമാനം തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ PR ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഈ നിസാര വിഷയത്തിന് PR ഏജൻസിക്കെതിരെ നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ. PR ഏജൻസി കേസും കൂടാണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം CPIMന്റെ മുൻ MLAയുടെ മോൻ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി, അതിൽ നടപടി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് അത് വീണ്ടും ക്ഷീണം ഉണ്ടാക്കില്ലേ. അതുകൊണ്ടാ മലപ്പുറം ജില്ല എന്നുള്ളത് മാറ്റി കരിപ്പൂർ വിമാനത്താവളം എന്നാക്കിയത് ആരെ സന്തോഷിപ്പിക്കാനാണ്? സത്യം പറഞ്ഞതിന് ശേഷം അവിടുന്ന് വീണെടുത്ത് കിടന്നുരുളുന്ന ഒരു സ്ഥിതി, അങ്ങനെ ഒരു നയം, അങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ട് സത്യമല്ലാതാകുന്നില്ല. അങ്ങനെ അഭിമുഖ വിവാദം PR ഏജൻസിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കവും പാളി. ഇനിയിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ക്യാപ്സ്യൂൾ ഇറക്കാൻ ആരെങ്കിലും രംഗത്തിറങ്ങട്ടെ. പക്ഷെ അതിനും പ്രശ്നമുണ്ടെന്നേ. പണ്ടത്തെ പോലെ ക്യാപ്സ്യൂൾ ഇറക്കാനൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. CM വിഷമിക്കേണ്ട, ആരൊക്കെ ഇട്ടിട്ട് പോയാലും നിങ്ങളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും. അല്ല, അത് വ്യക്തമായി കഴിഞ്ഞ കാര്യമല്ലേ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ PR ഏജൻസി ഉള്ളതാണല്ലോ നല്ലത്. CMന്റെയും സർക്കാരിന്റെയും മുഖം അത്ര ഭംഗിയായിട്ടാണല്ലോ നാട്ടുകാരുടെ മുന്നിലിരിക്കണത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് സമീപിച്ചതെന്നും അവരുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു അഭിമുഖമെന്നും പത്രം പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് പിന്നീട് CMോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അല്ലേ. എന്നാ പുള്ളി എന്തെങ്കിലും പറഞ്ഞു? അതുമില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറിയാ. പത്രം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ടോ? അതെങ്കിലും ഒന്ന് പറയും. ഏതെങ്കിലും ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും PR ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ? എന്നെ ഈ നാട്ടിനറിയില്ലേ. മറ്റു കൂടുതൽ ഞാൻ അതിലേക്ക് പറയത്തില്ല. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. പിന്നെ നിങ്ങൾ അത്രയൊരു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് പറയാൻ നിങ്ങൾ തയ്യാറാകുന്നല്ലോ എന്നുള്ളൊരു ദൗർഭാഗ്യം മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. നാടകല്ലേ മുഖ്യമന്ത്രി ഈ ഇൻട്രാക്ഷൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഹിന്ദു അതൊന്ന് പുറത്തു വിടട്ടെ, അവിടെ റെക്കോർഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള. ഇതൊക്കെ മുറിച്ച് കിടന്നതിന് മുന്നോട്ട് പറയാനുള്ളത് ഞങ്ങൾ തുറന്നു പറഞ്ഞു. എല്ലാ നിലയിലും മുന്നോട്ട്. ഇന്നത്തോടെ ലോകം അവസാനിക്കുന്നില്ല. നാളുണ്ട്, മറ്റന്നാളുണ്ട്, ഒക്കെ ലോകമുണ്ട്. നമുക്ക് തുറന്നു പറഞ്ഞിട്ട് പോവാം. ഓക്കെ, പറയാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. എന്തെങ്കിലും വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മറുപടി പറയുന്ന ശീലം ഇവിടെ കോമ്രേഡ്സിന് ഇല്ല എന്ന് അറിഞ്ഞൂടെ. ഹണ്ടയുടെ പ്രസൻസ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ സാന്നിധ്യം ഈ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. അവർ എഴുതി കൊടുത്താണ്. കേരളന്ന് ആ ഒരു ഫ്ലോ കൊണ്ട് പോയി പോകും. ഒരു പ്രശ്നം അത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി അവർ എഴുതി കൊടുത്താണ്. ഈ ഏജൻസിയെ കുറിച്ചൊന്ന് അന്വേഷിക്കുക. ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത്. സതീശേട്ടാ, അധികം പറയാൻ നിൽക്കണ്ടോ. PR ഏജൻസി നിങ്ങൾക്കും ഉണ്ടായിരുന്നല്ലോ. കനകോലി ചേട്ടൻ ഇപ്പൊ എന്ത് പറയണു? സുഖാണോ? അന്ന് എന്തൊക്കെയായിരുന്നു? കോൺഗ്രസ് നേതാക്കളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സർവേ നടത്തുന്നു, സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിക്കുന്നു, ക്യാമ്പയിൻ നടത്തുന്നു. ഇത് ദേശീയ തലത്തിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്.
അവരുടെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവാണ് മുഖ്യമന്ത്രിയിലെ നാവിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? തെറ്റാണ്, മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകൂലമാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ? നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്? അവര് PR ഏജൻസി വെക്കണ പോലെ അല്ലല്ലോ കോംറേഡ്സ് PR ഏജൻസി വെക്കണത്. കോംറേഡ്സിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ നാഴികയ്ക്ക് 40 വട്ടം പറയണത്. മാത്രമല്ല, മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം PR ഏജൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏജൻസിക്കെതിരെ കേസെടുക്കണം എന്ന് അവർ പറയണതും ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ. എന്നിട്ടും മുഖ്യമന്ത്രി ഒന്നും ഇണ്ടാത്തത് എന്താണ്? അന്നത്തെ പോലെ മാസ് ഡയലോഗ് അടിക്കാത്തത് എന്താണ്? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വേറെ പുതിയ ചോദിക്കും. അങ്ങനെ മുഖ്യമന്ത്രിക്ക് പൊൻതൂവലായി PR ഏജൻസി വക പുതിയ ആരോപണം കൂടി വന്നു. ഇത്തവണ ന്യായീകരിക്കാൻ കോംറേഡ്സിന്റെ തള്ളിക്കയറ്റുണ്ടായില്ല. റിയാസ് ഏട്ടനുള്ളതുകൊണ്ട് ഭാഗ്യം. ഇനി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഏത് കാലത്ത് വിശദീകരണം നൽകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ പോവാണെന്നാണ് KT ജലീൽ പറയുന്നത്. അടുത്തതിന് എന്ത് പണിയാണ് അവ കിട്ടാൻ പോണതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കോംറേഡ്സ്. PV അൻവറിന്റെ ആഫ്റ്റർ എഫക്റ്റ് മാറി വരണേ ഉള്ളൂ. ഒരു മയത്തിനൊക്കെ വേണട്ടാന്നാണ് കോംറേഡ്സ് പറയാണ്ട് പറയണത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ പോവാണെന്നാണ് നമ്മുടെ മുൻ മന്ത്രി KT ജലീൽ പറയണത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? എല്ലാവരുടെയും സംശയ കണ്ണുകൾ വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് നീണ്ടു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു, ഇനി മത്സരിക്കാനില്ല എന്നാണ്. അതിന് ചില കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആ കാരണങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെന്താവാ ആ കാര്യങ്ങള്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയൂ. പാവം ഞങ്ങൾ CM-ന് ടെൻഷനായി തുടങ്ങിട്ടാ. പാർലമെന്ററി രാഷ്ട്രീയം മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. പദവികളില്ലാത്ത എത്രയോ ആളുകൾ, കോടാനുകോടി മനുഷ്യര് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ രാജ്യത്ത്. അപ്പോൾ നമ്മളുടെ പ്രഭാഷണം അല്ലെങ്കിൽ എഴുത്ത്, പൊതുയോഗങ്ങൾ, അങ്ങനെ പാർട്ടിക്ക് നമ്മളുടെ സേവനം വേണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടാൽ അത് നൽകുക തന്നെ ചെയ്യും. പാർട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാർട്ടി ഇനി ഇങ്ങോട്ട് വരട്ടെ എന്നാണ് മൂപ്പര് പറയണത്. അതെന്താണ് അങ്ങനെ? നമ്മുടെ അൻവറേട്ടനെ പോലെ ഒരു ഫേസ്ബുക്ക് പോരാളി ആയിരുന്നില്ലേ KT ജലീലും? ഇപ്പൊ ആ ഉഷാറൊന്നും കാണാനില്ലല്ലോ. എന്തു പറ്റി? സംതിങ് ഫിഷി. എവിടെയും നമ്മളൊരു അധികപ്പറ്റാകണം എന്ന് ഞാൻ ഒരിക്കലും, അത് ജീവിതത്തിലുടനീളം അങ്ങനെ ഒരു അധികപ്പറ്റായിട്ട് എവിടെയും നിൽക്കണമെന്ന് ഞാൻ ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല. അതാണ് പോയിന്റ്. പാർട്ടിയിൽ നിങ്ങൾക്ക് സ്വയം അധികപ്പറ്റായി പോയി എന്ന് തോന്നിയോ? അൻവറേട്ടൻ അപ്പോഴേ പറഞ്ഞതാ പറയണതൊക്കെ അനുസരിച്ച് നിൽക്കണ അടിമകളാണ് അവിടെ ഉള്ളതെന്ന്. ജലീൽ സാർ ഇനി അതെങ്ങാനാണോ ഉദ്ദേശിച്ചത്? ഇനി അധികാര പദവി വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാളുടെയും ഒരു തരത്തിലുള്ള പിന്തുണയോ, നമ്മളിപ്പോ അധികാരം ആഗ്രഹിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇനി ഒന്നും വേണ്ട, എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ഇനി അത്തരത്തിലുള്ള ഒന്നിന്റെയും ആവശ്യമില്ല എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് നിലപാട് സ്വീകരിച്ചാലും എനിക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ഒരു ബോധ്യം ഈ പത്രസമ്മേളനത്തിനുണ്ട് എന്നുള്ളതാണ്. മുൻ പത്രസമ്മേളനങ്ങളെ അപേക്ഷിച്ച് ഈ പത്രസമ്മേളനം വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറയുന്നത്. ജലീൽ സാറിനും അൻവറേട്ടന്റെ അതേ സ്വരം. ഒരു അധികാര പദവിയും വേണ്ട, ആരോടും പ്രതിബദ്ധതയില്ല എന്നാണ് KT ജലീൽ പറയണത്. CM അടുത്ത പണി അണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നേ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇനി അധികാരമില്ലാത്ത ഒരു ജനസേവന പ്രവർത്തനവും പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും, അതാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതൊക്കെ നിലവിലെ ഇവിടുത്തെ സാഹചര്യങ്ങളോട് ജലീൽ സാറിന് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ അല്ലേ? ഇന്നിവിടെ നിലനിൽക്കുന്ന ഈ ഒരു ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആ ഒരു ധാരണ എന്നില്ലാതാകുന്നു. അന്ന് ഇവിടെ യഥാർത്ഥത്തിലുള്ള സെക്യുലറിസം പുലരും. നമ്മളെയാണല്ലോ മച്ചമ്പി. എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട എൻ്റെ ജീവിതത്തിൽ. സ്വരം കേട്ടിട്ട് കിട്ടിയതുകൊണ്ടൊക്കെ തിരുപ്പതിയായി. ഇനിയും സ്ഥാനങ്ങൾ തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയണ പോലെയുണ്ട്. PV അൻവർ പറയണ കാര്യങ്ങളോട് എന്താ അഭിപ്രായം? PV അൻവറിന്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല, ഇടതുപക്ഷത്ത് നിൽക്കണ ഒരാള് PV അൻവറിനെ ചെറുതായെങ്കിലും പിന്തുണച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. നമ്മുടെ പാർട്ടിയിലെ മൊയിലാളിമാർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അതാണല്ലോ പറയണേ. ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാടുകളാണ് ഞാൻ പറയുക. CPIM-നോട് ഇനി പ്രത്യേകിച്ച് പ്രതിബദ്ധത ഇല്ല എന്ന് പറഞ്ഞെങ്കിലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും തലതിരിഞ്ഞുണ്ട്. ഞാൻ CPIM-നൊപ്പമാണെന്നാണ് പുതുതായിട്ട് പറയണത്. എന്തായാലും അൻവർ പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിപ്പുണ്ടെന്ന് പറഞ്ഞതോടെ ഇവിടെ പലരുടെയും നെഞ്ചിടിപ്പ് കൂടി എന്നുള്ളതാണ് സത്യം. CPIM-നൊപ്പമാണെന്ന് പറഞ്ഞെങ്കിലും അൻവറിന് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത സപ്പോർട്ട് തലയ്ക്ക് മീതെ കെട്ടിത്തൂക്കിയ വാള് പോലെ തോന്നുന്നുണ്ടാവും പാവങ്ങൾക്ക്. അൻവറേട്ടനെ ആരും ശല്യപ്പെടുത്തരുത്. മൂപ്പരിപ്പോൾ പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഗൈസ്. അങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അൻവറേട്ടൻ പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറയുന്നവരുടെ മുന്നിലേക്ക് ആളെ കൂട്ടി പാർട്ടി രൂപീകരിക്കാനാണ് അൻവറേട്ടന്റെ പ്ലാൻ. അതിനിവിടെ ഒരു പൊളിറ്റിക്കൽ ജനകീയ അടിത്തറ ഉണ്ടാകും. ആ പൊളിറ്റിക്കൽ ജനകീയ അടിത്തറയുമായി ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ ആദ്യം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ മലയോര കർഷകരുടെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. കേരളത്തിലെ യുവാക്കളൊക്കെ വിദേശത്തേക്ക് കടക്കുന്നത് വേണ്ട തൊഴിൽ സാഹചര്യം ഇവിടെ ഇല്ലാഞ്ഞിട്ടാണെന്ന് അൻവറേട്ടൻ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ യുവാക്കൾക്കൊക്കെ ഒരു പണി കൊടുക്കാനാണോ അൻവറേട്ടൻ പാർട്ടി ഉണ്ടാക്കുന്നത്? അതോ കുഴിമന്തി കഴിച്ച് അന്തം വിട്ട് ഉറങ്ങുന്നവരെ വെച്ചാണോ പാർട്ടി ഉണ്ടാക്കുക? യുവാക്കളിലാണ് അൻവറേട്ടന്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും. യുവാക്കള് 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. അൻവറേട്ടാ, നിലവിലുള്ള ഏതൊക്കെ നേതാക്കളായിരിക്കും അപ്പൊ നമ്മുടെ കൊടി പിടിക്കാണ്ടാവുക? ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും. യുവാക്കള് അങ്ങനെ നെക്സസിൽ പെടാത്ത കുറച്ച് നേതാക്കളെയും യുവാക്കളെയും കിട്ടിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻവറേട്ടന്റെ പാർട്ടി മത്സരിക്കുവോ? പിന്നെന്താ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. ഏതായാലും നിലമ്പൂർ ആയിഷ അൻവറേട്ടന്റെ ഈ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നേരിട്ട് പോയിട്ടുണ്ടായിരുന്നു. CPIM-ന്റെ വേദികളിലേക്ക് സ്ഥിരം കയറി വരുന്ന ആയിഷാത്ത എന്തിനാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്? ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട MLA, ഞങ്ങളുടെ എല്ലാ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു MLA. അങ്ങനെയുള്ള ആ ഒരു MLA-യുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് വേദനിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ വളരെയധികം വേദന ഉണ്ട്. എന്തിനാണ് ഇത്തരം ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്ന മാതിരി ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. നമ്മൾ ഈ രാഷ്ട്രീയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയധികം ചവിട്ടി അമർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് അൻവറേട്ടന്റെ അവസ്ഥ കാണാൻ വരിക? അവസ്ഥ കണ്ട് ഇനി സഹായിക്കാൻ ആരൊക്കെ കൂടുന്ന് കണ്ടറിയണം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.